തസാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹഖീഖത്തു തൗഹീദ് 27ാമത്തെ പേജ് 3ാം വാള്യം. ഇഅ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യതി വഖവാസിഹാ. മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യ, ഉലൂഹിയ്യത്തിന്റെ വിഷയത്തിൽ, ഉലൂഹിയ്യത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന് ശരീക്മാർ, കൂറുകാർ ഇല്ല എന്ന് വിശ്വസിക്കുക. വഖവാസിഹാ, അതിന്റെ പ്രത്യേകതകളിലും അല്ലാഹുവിന് കൂറുകാരില്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഉലൂഹിയത്തിന്റെ കാര്യത്തിലോ ആ ഉലൂഹിയത്തിന്റെ പ്രത്യേകതകളിലോ അല്ലാഹുവിന് കൂറുകാരില്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഉലൂഹിയത്ത്? എന്താണ് അതിന്റെ ഖവാസ്? ഉലൂഹിയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാനായ ഇമാം അബ്ദുൽ ഹക്കീം ഉസ്സയാലി കൂത്തി വിശദീകരിച്ചു. വഅറാദ ബിൽ ഉലൂഹിയത്തി വുജൂബൽ ഉജൂദ്. ഉലൂഹിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്തിത്വം നിർബന്ധമായവൻ എന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്, വാജിബാണ്, കഡ്ഡായമാണ്. അല്ലാഹു ഉണ്ടായിരിക്കൽ കഡ്ഡായമാണ്. ദൈവം ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്, അഥവാ അല്ലാഹു ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് എന്ന വിശ്വാസത്തിനാണ് ഉലൂഹിയത്ത് എന്ന് പറയുക. നമ്മളോ, നമ്മൾ ഉണ്ടായിരിക്കൽ നിർബന്ധമല്ല, നമ്മളൊക്കെ മുംകിനികളാണ്. ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം എന്ന തരത്തിലുള്ള ആളുകളാണ് നമ്മളൊക്കെ. അല്ലാഹു അല്ലാത്ത സർവ്വതും വാജിബുൽ വജൂദല്ല, അസ്തിത്വം നിർബന്ധമായ വസ്തുക്കളല്ല. ആകാശമായാലും ഭൂമിയായാലും അർശായാലും കുർസിയായാലും അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും ഭൂമിയോ ആകാശമോ ഗോളമോ നക്ഷത്രമോ ഏത് സാധനമെടുത്താലും അതെല്ലാം ഉണ്ടായിരിക്കൽ നിർബന്ധമായ വസ്തുക്കളല്ല. ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം എന്ന് പറയുന്ന മുംകിനായ വസ്തുക്കളാണ്. ഉണ്ടായിരിക്കൽ നിർബന്ധമായവൻ അല്ലാഹു മാത്രമാണ്. ഈ വിശ്വാസം മുസ്ലിമീങ്ങൾക്കുണ്ടോ? സുന്നികളായ നമുക്കില്ലേ? ഇല്ലേ? ഇല്ലേ? അല്ലാഹു ഉണ്ടാവൽ നിർബന്ധമായവനാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലേ നമ്മൾ. ഒന്ന്. രണ്ടാമത്തെ കാര്യം അതിന്റെ പ്രത്യേകതകളിലും അല്ലാഹുവിനെ കൂറുകാരില്ല എന്ന് വിശ്വസിക്കലാണ്. എന്താണ് അതിന്റെ ഖവാസ്? الأمور المتفرعة عليه من كونه خالقا للأجسام ومدبرا للعالم ومستحقا للعبادات. മഹാന്മാരായ ഇമാമിങ്ങളാണ് വിശദീകരിച്ചത്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം അബ്ദുൽ ഹക്കീം അസ്സയാലി കൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതാണ്. ഖവാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഉമൂർ അൽ മുതഫർരിയത അലൈഹി, ഇത് ഉണ്ടായിരിക്കൽ നിർബന്ധമാവുക എന്നതിന്റെ അനുബന്ധമായ ചില കാര്യങ്ങളാണ്. എന്താണ് അതിന്റെ അനുബന്ധമായ കാര്യങ്ങൾ? മിൻ കൗനിഹി ഖാലിഖൽ അജ്സാം, ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ് എന്ന കാര്യം. അതിൽ ആരും കൂറുകാരില്ല. ഈ പ്രപഞ്ചം, ആകാശവും ഭൂമിയും മനുഷ്യരും ജിന്നും മലക്കും തുടങ്ങിയ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ ആരാണ്? അല്ലാഹുവാണ്. അവൻ മാത്രമാണ്. ലോകത്ത് അതിൽ ആരും അല്ലാഹുവിന്റെ കൂടെ കൂറുകാരില്ല. മലക്കുകളോ അമ്പിയാക്കളോ ഔലിയാക്കളോ ആരും അതിൽ കൂറില്ല. അല്ലാഹു മാത്രമാണ് ലോകത്തിനെ പടച്ചവൻ. അവനാണ് മനുഷ്യരെ സൃഷ്ടിച്ചവൻ, അവനാണ് ജിന്നുകളെ പടച്ചവൻ, അവനാണ് മലക്കുകളെ സൃഷ്ടിച്ചവൻ, അവനാണ് വെള്ളം സൃഷ്ടിച്ചവൻ, അവനാണ് പർവ്വതങ്ങളെയും നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും എല്ലാം പടച്ച് പരിപാലിക്കുന്നവൻ. യജമാനനായ അല്ലാഹു മാത്രമാണ്. ആർക്കെങ്കിലും തർക്കമുണ്ടോ? അതിൽ ഉണ്ടോ? ഇല്ല. നമ്മളൊക്കെ അംഗീകരിക്കുന്ന 100% അംഗീകരിക്കുന്ന വിശ്വാസമുള്ള കാര്യമാണ്.
ഈ പ്രപഞ്ചം പടച്ചവൻ അല്ലാഹുവാ, നമ്മളെ പടച്ചവൻ അല്ലാഹുവാ, വേറെ ആരും അതിൽ ഒരു കൂറുമില്ല. രണ്ടാമത്തെ കാര്യം വമുദബ്ബിറൻ ലിൽ ആലമീൻ, ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നവൻ, സ്വതന്ത്രമായ നിലക്ക് നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. സ്വന്തമായ കഴിവുകൊണ്ട് സ്വതന്ത്രമായ നിലക്ക് ഒരു പരിധിയുമില്ലാത്ത വിധത്തിൽ, ഒരാളും ചോദ്യം ചെയ്യാനില്ലാത്ത വിധത്തിൽ, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അവനെ ചോദ്യം ചെയ്യാനില്ലാത്ത വിധത്തിൽ ഈ പ്രപഞ്ചത്തിനെ പോറ്റി പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും രാത്രിയും പകലുമായി കൊണ്ടിരിക്കുന്നത്, ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഗോളങ്ങൾ കറങ്ങുന്നത്, ഇവിടെ രാത്രിയും പകലുമാകുന്നത്, മഴ പെയ്യിക്കുന്നത്, അതുപോലെ തന്നെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എല്ലാം യജമാനനായ അല്ലാഹു മാത്രമാണ്. അതിൽ ഒരു കൂറുകാരും ഇല്ല. ഇത് നമ്മൾ അംഗീകരിക്കുന്നില്ലേ? അള്ളാഹ് ഇതിൽ ആരെങ്കിലും കൂറുണ്ടോ? ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അതേസമയം മഴയുടെ കാര്യം, അതിന്റെ പണിയെടുക്കാൻ അല്ലാഹു മീകായിലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം മീകായില് അല്ലാഹുവിന്റെ കൂറുകാരനാണ് എന്നല്ല, അല്ലാഹു ഏൽപ്പിച്ച പണിയെടുക്കുന്ന ഒരു പണിക്കാരൻ മാത്രമാണ്. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യന്മാരുടെ അതുപോലെ മറ്റു ജീവികളുടെ റൂഹിനെ പിടിക്കുന്നു. അതിന്റെ അർത്ഥം മരിപ്പിക്കുന്ന ആള് അസ്രായീലാണെന്ന നിലയ്ക്ക് അല്ലാഹുവിനോട് കൂറുകാരനല്ല, അല്ലാഹു ഏൽപ്പിച്ച പണിയെടുക്കുന്ന ഒരു പണിക്കാരൻ മാത്രമാണ്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഏൽപ്പിക്കപ്പെട്ട പണിയുണ്ട്, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഏൽപ്പിക്കപ്പെട്ട പണിയുണ്ട്. അവരൊക്കെ അല്ലാഹ് ഏൽപ്പിച്ച പണിയെടുക്കുന്ന പണിക്കാരാണ് എന്നത് മാത്രമല്ലാതെ അവർ ആരും അല്ലാഹുവിന്റെ കൂറുകാരല്ല കേട്ടോ. അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട്, അവരെ സ്വന്തം കഴിവ് കൊണ്ടല്ല. അസ്രായീൽ റൂഹിനെ പിടിക്കുന്നത് സ്വന്തം തീരുമാനം കൊണ്ടല്ല, റബ്ബിന്റെ കൽപ്പന പ്രകാരം, അവന്റെ ഉദ്ദേശപ്രകാരം മാത്രമേ അസ്രായീൽ റൂഹിനെ പിടിക്കുന്നുള്ളൂ. ഇസ്രാഫീൽ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മഴ പെയ്യിപ്പിക്കുന്നത് സ്വതന്ത്രമായിട്ടല്ല, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം, അവന്റെ മശീയത്ത് പ്രകാരം, അവൻ കൊടുത്ത കഴിവ് പ്രകാരമാണ് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മഴ പെയ്യിപ്പിക്കുന്നത്. അല്ലാതെ സ്വതന്ത്രമായിട്ടല്ല, സ്വന്തമായ കഴിവ് കൊണ്ടല്ല. അവരൊക്കെ അല്ലാഹ് ഏൽപ്പിച്ച പണിക്കാർ മാത്രമാണ്, അവരാരും അല്ലാഹുവിന് കൂറുകാരല്ല. അതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക്, മലക്കുകൾക്ക് ചില തദ്ബീറാത്തുകൾ കൊടുത്തതുപോലെ, ലോകത്തുള്ള ചില കാര്യങ്ങളെ നിയന്ത്രിക്കാനും പണിയെടുക്കാനും മലക്കുകൾക്ക് അല്ലാഹു തആല പണിയേൽപ്പിച്ചതുപോലെ, മഹാന്മാരാകുന്ന ഔലിയാക്കളുടെ അർവാഹുകൾക്കും സ്വാലിഹീങ്ങളെ അർവാഹിനും അല്ലാഹു ചില ഡ്യൂട്ടികളും ചില പ്രവർത്തനങ്ങളും കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അവർ അല്ലാഹുവിന്റെ കൂറുകാരാണെന്നല്ല. മലക്കുകൾ എങ്ങനെ അല്ലാഹ് കൊടുത്ത പണി എടുക്കുന്നുണ്ടോ, എങ്ങനെ അള്ളാന്റെ പണിക്കാരാകുന്നുണ്ടോ, അതുപോലെ ഔലിയാക്കൾ അല്ലാഹു ഏൽപ്പിച്ച പണിയെടുക്കുന്നു. അവരൊക്കെ അല്ലാഹുവിന്റെ പണിക്കാര് മാത്രമാണ്, കൂറുകാരല്ല. ഔലിയാക്കൾക്ക് തദ്ബീറുണ്ട് എന്ന് പറയുമ്പോ അപ്പോഴേക്ക് വഹാബി ശിർക്കായി പോയി എന്ന് വെച്ചിടാറുണ്ട്. എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മഴ പെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ കൂറുകാരനാണെന്നാണോ? അല്ല, അള്ളാഹ് ഏൽപ്പിച്ച പണിക്കാരൻ മാത്രമാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ആത്മാവിനും അർവാഹുകൾക്കും അള്ളാഹു ചില തദ്ബീറാത്തുകൾ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർ അള്ളാഹുവിന്റെ കൂറുകാരാവൂല. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാത്തിന്റെയും, എല്ലാ പ്രപഞ്ചത്തിന്റെയും, എല്ലാ ജീവിജാലങ്ങളുടെയും നിയന്ത്രണവും അവരെ പോറ്റി പരിപാലിക്കുന്നതും എല്ലാം യജമാനനായ അല്ലാഹുവാണ്. അതിൽ ഒരു കൂറുകാരനുമില്ല എന്ന് വിശ്വസിക്കുക. ഇത് നമ്മളെല്ലാവരും പൂർണ്ണമായി അംഗീകരിക്കുന്നവരാണ്. മൂന്നാമത്തെ കാര്യമാണ് വമുസ്തഹിഖൻ ലിൽ ഇബാദ, ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമാണ്. ഇബാദത്ത് എടുക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു അല്ലാതെ ഒരു നബിയിനെയോ ഒരു വലിയനിക്കോ ഇബാദത്ത് എടുക്കാൻ പാടില്ല. ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് എടുക്കാൻ പറ്റുമെന്ന് ഒരു സുന്നി വാദിക്കുന്നുണ്ടോ? ഇല്ല.
ഇബാദത്ത് എടുക്കുന്നുണ്ടോ? ഇല്ല. ഒരു വലിയെയും ആരാധിക്കുന്നില്ല, ഒരു നബീനെയും ആരാധിക്കുന്നില്ല, ഔലിയാക്കളെ സുന്നികൾ ആരാധിക്കുന്നില്ല. മറിച്ച് ആദരിക്കുന്നു. ആരാധനയും ആദരവും രണ്ടും രണ്ടാണ്. ആദരിക്കുക, ബഹുമാനിക്കുമ്പോഴേക്ക് അതെങ്ങനെ ആരാധനയാകും? ആരാധന എന്താണ്, ഇബാദത്ത് എന്താണ്, ആദരവ് എന്താണ് എന്ന് തിരിയാതെയാണ് സർവ വഹാബികളും ഇവിടെ പ്രസംഗിക്കുന്നതും സുന്നികളെ മുശ്രിക്കാക്കുന്നതും. ആരാധനയും ആദരവും ഇത് രണ്ടും രണ്ടാണ്, ഒന്നല്ല. രണ്ടു രണ്ടാ. ഔലിയാക്കളെ സുന്നികൾ ആരാധിക്കുന്നില്ല, മുഹിയുദ്ദീൻ ശൈഖിനെ ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നില്ല. ആരാധിക്കാൻ അള്ളാഹുവിനിക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികളായ ഞങ്ങൾ. ഈ വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയാ. ഇതിലെവിടെയാണ് ഞാൻ വായിച്ചത്? തൗഹീദിന്റെ ഡെഫിനിഷനാണ്. തൗഹീദിന്റെ ഡെഫിനിഷനാണ് ഞാൻ വായിച്ചത്. ഇതിൽ എവിടെയാണ് എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനുകളെ, എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളൊന്ന് നിഷ്പക്ഷമായി ആലോചിച്ചു നോക്ക്. ഇവിടെ എവിടെയാണ് ഔലിയാക്കളെ ദർഗയിലേക്ക് പോകുന്ന വിഷയം? എവിടെയാണ് മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന വിഷയം? എവിടെയാണ് അള്ളാന്റെ റസൂലിനെ വിളിക്കുന്ന വിഷയം? ഇതിൽ പരാമർശിക്കപ്പെടുന്നേ ഇല്ല. കാരണം അത് തൗഹീദും ശിർക്കാകുന്ന വിഷയമല്ല. അത് ശിർക്കാകുന്ന വിഷയമല്ല, തൗഹീദിന് വിരുദ്ധമായതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ തൗഹീദിന്റെ ഡെഫിനിഷൻ ഇമാമിങ്ങളെ കിതാബുകൾ എഴുതി, അവരുടെ കിതാബിൽ എഴുതിയത് വായിക്കാതെ ആളുകളെ ഇങ്ങനെ ശിർക്കിനെതിരായി വന്ന ആയത്തുകളെ ഓതിയിട്ട് സുന്നികളൊക്കെ ശിർക്ക് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുകയാണ്. വഹാബി മൗലവിമാർ ഇപ്പൊ എന്താ ചെയ്യറിയോ?